നമസ്കാരം. കായംകുളം LDF സ്ഥാനാർത്ഥി യു പ്രതിഭയ്ക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ മുസ്ലിം ലീഗ് നേതാവ് എ ഇർഷാദിനെ കായംകുളം UDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കി. ഇതിനു പുറമെ ലീഗ് അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. അന്വേഷണ വിധേയമായിട്ടാണ് നടപടി. ഇർഷാദിന്റെ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾക്കെതിരെ വ്യാപക വിമർശനമുയർന്ന സാഹചര്യത്തിലാണ് UDF നേതൃത്വം നടപടിയെടുത്തത്. PK ബഷീർകുട്ടിയാണ് കായംകുളത്തെ പുതിയ UDF കൺവീനർ. തനിക്കെതിരെ UDF നേതാവ് നടത്തിയ അധിക്ഷേപകരവും സ്ത്രീവിരുദ്ധവുമായ പരാമർശത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കായംകുളം മണ്ഡലം LDF സ്ഥാനാർത്ഥി യു പ്രതിഭ വ്യക്തമാക്കി. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിനിടെ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പ്രതിഭയുടെ പ്രതികരണം. പരാമർശം വിവാദമായതോടെ UDF നേതാവ് എ ഇർഷാദ് പിന്നീട് ഖേദം പ്രകടിപ്പിച്ചു. ഒരു സ്ത്രീയോടും പറയാൻ പാടില്ലാത്തതാണ് ലീഗ് നേതാവ് പറഞ്ഞതെന്ന് വാർത്താ സമ്മേളനത്തിനിടെ വിതുമ്പിക്കൊണ്ട് പ്രതിഭ പറഞ്ഞു. ആ വാക്കുകൾ ഞെട്ടലും വലിയ വേദനയും ഉണ്ടാക്കി. എൻ്റെ ശരീരഭാഷ പോലും മോശമാക്കിയാണ് അദ്ദേഹം സംസാരിച്ചത്. DCC പ്രസിഡന്റ് അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ പരാമർശമെന്നും അവർ ചൂണ്ടിക്കാട്ടി. തിരഞ്ഞെടുപ്പ് സമയത്ത് പോലും സ്ത്രീകളോട് ഇത്തരത്തിലാണ് സമീപനമെന്നും ഇത് സ്ത്രീകളെ മൊത്തത്തിൽ അപമാനിക്കുന്ന പരാമർശമാണെന്നും പ്രതിഭ വ്യക്തമാക്കി. ഒരു സ്ത്രീയുടെ ശരീരമോ മുഖമോ അല്ല തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ടതെന്നും അവർ കൂട്ടിച്ചേർത്തു. ഈ വിഷയത്തിൽ പോലീസിനും ജില്ലാ കളക്ടർക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകുമെന്ന് യു പ്രതിഭ അറിയിച്ചു. തെറ്റ് ചെയ്തിട്ട് പിന്നീട് ഖേദം പ്രകടിപ്പിച്ചാൽ അത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. ലീഗ് നേതാവ് എ ഇർഷാദിന്റെ പരാമർശത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നും യു പ്രതിഭ പറഞ്ഞു. നീചമായ ഭാഷ പ്രയോഗിച്ചെന്നും തെരഞ്ഞെടുപ്പിൽ ഒരു സ്ത്രീയുടെ ശരീരമല്ല രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. M ലിജുവിന്റെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ ഇർഷാദ് ഈ രീതിയിൽ പ്രസംഗിക്കുമ്പോൾ വേദിയിലുണ്ടായിരുന്ന മറ്റ് നേതാക്കൾ കേട്ടിരുന്നുവെന്നും പ്രതിഭ പറഞ്ഞു. പരാമർശം വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചതോടെയാണ് ഇർഷാദ് സംഭവത്തിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയത്. സോഷ്യൽ മീഡിയയിലെ പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് അദ്ദേഹം പ്രതികരിച്ചു. തന്റെ പ്രസംഗം പൂർണ്ണമായി കേൾക്കണമെന്നും ഒരു ഭാഗം മാത്രം അടർത്തി മാറ്റി പ്രചരിപ്പിച്ചതാണെന്നും ഇർഷാദ് വിശദീകരിച്ചു. യു പ്രതിഭയ്ക്ക് നേരെയുണ്ടായ അധിക്ഷേപത്തിനെതിരെ നിയമപരമായി മുന്നോട്ട് പോകുമെന്നും ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുമെന്നുമാണ് LDF നേതൃത്വം പറയുന്നത്. സ്ത്രീവിരുദ്ധവും അപമാനകരവുമായ പരാമർശങ്ങളെ അപലപിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതികരിച്ചു. ഒരു പൊതുപ്രവർത്തകയെ ആക്രമിക്കുന്നത് രാഷ്ട്രീയ സംസ്കാരത്തിന്റെ തകർച്ചയാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. അവൾക്കൊപ്പം എന്ന് ആവർത്തിക്കുന്ന പ്രതിപക്ഷത്തിന്റെ കാപട്യമാണ് ഇതിലൂടെ തുറന്നു കാട്ടപ്പെട്ടതെന്നും ഇതൊരു വ്യക്തിയെ മാത്രമേ ലക്ഷ്യമിട്ടുള്ള ആക്രമണമല്ലെന്നും പൊതുരംഗത്തെ മുഴുവൻ സ്ത്രീകളോടുമുള്ള അധിക്ഷേപമാണെന്നും മുഖ്യമന്ത്രി തന്റെ Facebook ഗ്രൂപ്പിൽ വ്യക്തമാക്കി. വികസന പ്രവർത്തനങ്ങളൊന്നും ചെയ്യാതെ വാക്ചാതുര്യം കൊണ്ടും ശരീര അഴക് കൊണ്ടും വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നുവെന്നായിരുന്നു വിവാദ പരാമർശം. ഇന്നലെ നടന്ന UDF കൺവെൻഷനിൽ വെച്ചായിരുന്നു ലീഗ് നേതാവായ ഇർഷാദ് ചക്കാലശ്ശേരി ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അവർക്കൊന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെന്ന യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും അവരുടെ വാക്ചാതുര്യം കൊണ്ടും ശരീര അഴക് കൊണ്ടും അതൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചുകൊണ്ട് വീണ്ടും തെരഞ്ഞെടുപ്പിന് വരുന്നത് എന്നായിരുന്നു ഇർഷാദിന്റെ വിവാദ പരാമർശം. യു പ്രതിഭയുടെ മകൻ ഉൾപ്പെട്ട കഞ്ചാവ് കേസിനെ കുറിച്ചും UDF നേതാവ് പ്രസംഗത്തിൽ പരാമർശിച്ചിരുന്നു. DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ വേദിയിലിരിക്കുമ്പോഴായിരുന്നു ഇർഷാദ് സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയത്. ഇതിനെതിരെയായിരുന്നു CPM നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയത്. അതേസമയം വ്യക്തിപരമായ അധിക്ഷേപം നടത്തി തെരഞ്ഞെടുപ്പ് ചിത്രം മാറ്റാനാണ് UDF ശ്രമിക്കുന്നതെന്നും LDF ആരോപിക്കുന്നു. കായംകുളം അസംബ്ലി മണ്ഡലത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന വികസന പ്രവർത്തനങ്ങളെ മുൻനിർത്തി വോട്ട് ചോദിക്കുന്നതിന് പകരം സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനാണ് UDF നേതാക്കൾ ശ്രമിക്കുന്നതെന്ന് LDF വക്താക്കൾ പറഞ്ഞു. പഞ്ചായത്ത് മെമ്പർ മുതൽ MLA വരെയായി പ്രവർത്തിച്ച ഒരു ജനപ്രതിനിധിക്കെതിരെയുണ്ടായ ഈ നീക്കം കടുത്ത സ്ത്രീവിരുദ്ധതയാണെന്നും അവർ ചൂണ്ടിക്കാട്ടി. അതേസമയം സംഭവത്തെ UDF സ്ഥാനാർത്ഥി കൂടിയായ M ലിജു അപലപിക്കുകയും ചെയ്തു.